Hello and welcome to my channel in the kitchen with Bindu. ഞാൻ ബിന്ദു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോസ്റ്റൺ ക്രീം ഡോണട്ട് ആണ്. അപ്പോൾ ഡോണട്ട് എല്ലാവർക്കും അറിയാം, പല പല ഫ്ലേവറിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി ഒരു കസ്റ്റർഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഞാനത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഡോണട്ട് ഉണ്ടാക്കും, പിന്നെ കസ്റ്റർഡ് ഉണ്ടാക്കും, പിന്നെ അത് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് അതൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയും വീഡിയോസ് ഇപ്പം ഇടുന്നുണ്ട്. എന്നാൽ ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഡോണറ്റിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ, ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂണുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പം ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഡാൽഡ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട വേണം, ഒരു നുള്ളു ഉപ്പ് വേണം, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഇത് 2.5 കപ്പ് മൈദാമാവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോണത്, എൻ്റെത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഇത് ഇളം ചൂടുള്ള പാലാണ്, തിളച്ച പാലല്ല. തിളച്ച പാലാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈസ്റ്റ് ചത്തുപോകും. അപ്പം നമ്മൾ ഈ ഈസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഫോം ചെയ്ത് വരും. അതിനുശേഷമാണ് നമ്മൾ ഇത് നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം അതവിടെ ഇരിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാനൊരു 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് ഉപ്പും പഞ്ചസാരയും ആഡ് ചെയ്യണം. അത് ഞാൻ അരിച്ചതിന് ശേഷമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റ് പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് നന്നായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിനി മാവ് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2.5 കപ്പ് മാവ് നേരത്തെ അരിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുവാണ്. എന്നിട്ട് ഞാൻ ഇപ്പം ഈ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഈ ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഡാൽഡയുമാണ്. അതും കൂടി ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുണ്ട്, അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഈ മിക്സിലേക്ക് നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി നമ്മൾ കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പോർഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം 5 മിനിറ്റോളം ഡോ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ഈ മിക്സിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിലപ്പം കുറച്ചും കൂടി ഒന്ന് വേണ്ടി വരും. അത് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാല് ഇളം ചൂടോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൈയിട്ട് ഈ ഡോവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റി. ഇതിന് വട്ടം കൂടുതലായതുകൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് പാല് ഞാൻ ഇളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡോ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പാണ്, ഏകദേശം 3.5 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണോളം പിന്നെയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാലിൻ്റെ ഒപ്പം നേരത്തെ നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൂടാതെ ഒരു 2.5 ടേബിൾ സ്പൂൺ കൂടി പിന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോവ് ഇത്രയും കുഴച്ചാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്, ഒരു എണ്ണ തടവി വെച്ചിരിക്കുന്ന പാത്രമാണിത്. ഇതിൽ ക്രസ്റ്റ് ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ 4 വശത്തും ആവും. എന്നിട്ട് ഇനി ഇതൊന്ന് ഒരു തുണിയോ അല്ലെങ്കിൽ നല്ലൊരു അടപ്പോ വെച്ച് അടച്ച് ഇത് ഡബിൾ ചെയ്യുന്ന വരെ, അതായത് ഇത് ആക്ച്വലി ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓവൻ്റെ അകത്ത്
ലൈറ്റ് ഇട്ടിട്ട് ചൂട് കിട്ടുന്നിടത്താണ് ഞാനിത് വെക്കുന്നത്, കാരണം എനിക്കിവിടെ തണുപ്പായതുകൊണ്ട്. അല്ലെങ്കിൽ സാധാരണ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ മതിയാകുന്നതാണ്. എനിക്ക് ഏകദേശം ഒരു 3.5 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 1.5 മുതൽ 2 മണിക്കൂർ കൊണ്ട് ഇത് ശരിക്കും ഡബിൾ ദ സൈസായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ ഡോണറ്റിൻ്റെ മാവ് നമ്മൾ റൈസ് ചെയ്യാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കസ്റ്റർഡിന് വേണ്ട സാധനങ്ങൾ ഇപ്പം ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്തിട്ടുണ്ട്, ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെനില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ 1 കപ്പ് പാലൊഴിക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ പുറത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്യണത്. അതിനുശേഷം ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാനിത് അടുപ്പയിലേക്ക് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൈദമാവാണ്, ഇത് ചേർക്കണം 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ഞാൻ നേരിട്ട് ചേർക്കുന്നതിന് പകരം ഞാൻ ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് പൊടി ഒന്ന് വേറെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ്, കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിത് പാലിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് എളുപ്പം ഇതൊന്ന് ചേർക്കാനായിട്ട് പറ്റും. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെനിലയും കൂടി ചേർക്കണം. എന്നിട്ട് അര ടീസ്പൂൺ വനില ബീൻ പേസ്റ്റ് അല്ലെങ്കിൽ വനില എസൻസ് ആണ് ഇതിന് ചേർക്കേണ്ടത്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ മിക്സ് ചെയ്തെടുത്ത കസ്റ്റർഡ് മിക്സ്ചർ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടികൂട്ടി ഇളക്കി കൊടുക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ഈ സ്പൂണിൽ പറ്റി പിടിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ കസ്റ്റർഡ് ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് നല്ല കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റുവാണ്. ഇത് അടുപ്പിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മളിത് അരിച്ചെടുക്കുകയും ചെയ്യണം. അപ്പം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ചൂടോടെ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഈ കസ്റ്റർഡ് ഒന്ന് അരിച്ചെടുക്കുവാണേ. കാരണം കസ്റ്റർഡിനകത്ത് എന്തെങ്കിലും തരി എന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കണം നമ്മുടെ കസ്റ്റർഡ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ വയ്ക്കുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മീതയിലേക്ക് ഒട്ടിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. അതിൻ്റെ മേളിൽ ഇങ്ങനെ പാട ചൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേളിലേക്ക്, അല്ലാതെ വെറുതെ പാത്രത്തിൻ്റെ മേളിൽ മാത്രം വെച്ചാൽ പോരാ, ഇങ്ങനെ കസ്റ്റർഡിലേക്ക് ഇത് മുട്ടി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്തിങ്ങനെ പാടയായിട്ട് പിടിക്കില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റിൻ്റെ മാവ് 4 മണിക്കൂർ നമ്മൾ വെച്ച് ഇപ്പോൾ ഡബിളായിട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാണാം ഇതിങ്ങനെ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ട് തുടച്ചിട്ടിരിക്കുകയാണ് ഞാനിത്. അവിടേക്ക് ഞാൻ കുറച്ച് പൊടി വെതറാൻ പോവാണ്. പൊടി വെതറിയതിന് ശേഷം ഞാൻ ഈ മാവ് ഇതിവിടേക്ക് ഇടാൻ പോവാണ്. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുഴച്ചിട്ട് കാണാമല്ലോ നിങ്ങൾക്കിത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഘനത്തിൽ ഇതൊന്ന് നമ്മൾ പരത്തിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഡോണറ്റ്സ് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തിക്നെസ്സാണ് നമുക്ക് വേണ്ടിയത്. ഒരുപാട് തിക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു മണിക്കൂറും കൂടെ ഒന്ന് റൈസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഘനമായിപ്പോവും, ഭയങ്കര വലുപ്പമായിപ്പോവും ഡോണറ്റിന്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു 8 മുതൽ 10 മീഡിയം സൈസ് ഡോണറ്റ് വരെ കിട്ടണം ഈ 2.5 കപ്പ് നമ്മൾ ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് കനത്തിലുള്ളൊരു മാവ് ആയിട്ടുണ്ട്. ഞാനിനി ഇത് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനൊരു അരികത്തു നിന്നാണ് കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർഡറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഒന്നും കൂടി പരത്തി നമുക്ക് വേണമെങ്കിൽ ചെറിയ ഡോണറ്റ്സ് ആക്കി എടുക്കാവുന്നതാണ്.
അപ്പം ഞാനിപ്പോൾ ഒരു 7 ഡോണട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് മാറ്റുവാണ്. എന്നിട്ട് ഇതൊന്നും കൂടി നമുക്ക് ഇതൊന്നും കൂടി പരത്തിയെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഈ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയതുകൊണ്ട് ഞാനത് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇത് മാവാണ്, നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ തൂവിയിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുവാണ്. ഞാൻ നമ്മൾ നേരത്തെ മാവ് വെച്ച് പൊങ്ങാൻ വേണ്ടി വെച്ച് അവിടെ തന്നെ ഒന്നുകൂടി വെക്കാൻ പോകണം. ഒരു മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഇപ്പോൾ ഓൾറെഡി തന്നെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇനി ഇത് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് റൈസ് ചെയ്തതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പ്രോസസ്സ്. ഞാനിത് റൈസ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഡോണട്ട് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ കൈ കൊണ്ടൊക്കെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈയുടെ പാടൊക്കെ അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പാച്ചുലയിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് എണ്ണയിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. ഇത് 1 at a time ഇട്ട് വറുക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ അതിനുവേണ്ടി ഒരു ചെറിയ പാത്രം അതുകൊണ്ടാണ് എടുത്തത്, കാരണം എണ്ണ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റായി പോകും ഒത്തിരി. അപ്പോൾ നമ്മുടെ ഡോണട്ട് ഇങ്ങനെ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ആ സൈഡ് നന്നായിട്ട് തന്നെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എടുക്കുവാണ്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചോക്ലേറ്റിൻ്റെ കോട്ടിങ് കൊടുക്കാനായിട്ട് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കണം. അത് ഞാൻ പാല് കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം. ഒരുവിധം നല്ല ചൂടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ചിപ്പും ഉണ്ട്. ഞാനിത് ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. നമുക്ക് ധൃതിയൊന്നുമില്ല. ഇത് തണുത്ത് കഴിഞ്ഞ് ഇത് ഫില്ല് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചോക്ലേറ്റ് ചേർക്കുള്ളൂ. അപ്പം ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് കസ്റ്റർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഡോണട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഈ കസ്റ്റർഡ് വെക്കാൻ വേണ്ടി ഒരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചോപ്സ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വലിയ ഭാഗം കൊണ്ട് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഹോളിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഡോണട്ട്സിനെല്ലാം ഇങ്ങനെ ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വലിപ്പമുള്ള പാത്രത്തിൽ വേണം എടുക്കാൻ, കാരണം ഇത് നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഫുൾ ക്രീം മിൽക്കും ചോക്ലേറ്റുമാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് മാറ്റി വെക്കുവാണ്. എന്നിട്ട് ഇനി നമ്മൾ കസ്റ്റർഡ് നേരത്തെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു ടിപ്പ് വേണം. ടിപ്പ് ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ അത് ശരിക്കും ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ കസ്റ്റർഡ് ഇതിനകത്തേക്കൊന്ന് നിറയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഇങ്ങനെ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഈ ടിപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് കസ്റ്റർഡ് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് റെസിസ്റ്റൻസ് വരുന്നിടം വരെ നമുക്ക് ഈ കസ്റ്റർഡ് ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം കസ്റ്റർഡ് ഇങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് ബോസ്റ്റൺ ക്രീം ഡോണട്ട് കിട്ടുന്നത്. ഇതിനകത്ത് കസ്റ്റർഡാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്, പുറത്ത് ചോക്ലേറ്റ് കോട്ടിങ്ങോടുകൂടിയ ഡോണട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബോസ്റ്റൺ ക്രീം ഡോണട്ട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കാണാം കസ്റ്റർഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ ഡ്രൈ ആയി വരുന്നു, ഫുൾ ഡ്രൈ ആയിട്ടില്ല. ഒരു 10-20 മിനിറ്റും കൂടി ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചോക്ലേറ്റും കസ്റ്റർഡും എല്ലാം നമുക്കിങ്ങനെ കാണാം. ഇതിനകത്ത് കസ്റ്റർഡ് ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റർഡും ഡോണട്ടും എല്ലാം കൂടെ ഉള്ളൊരു നല്ല ഫ്ലേവറാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് ഈ കസ്റ്റർഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഡോണട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലെ ഇതിലും നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.